ഇതെനിക്ക് എൻ്റെ അനിയത്തി തന്നൊരു കുഞ്ഞ് ഗണപതിയാണ്. ഇപ്പം എൻ്റെ ഒരു വെഡ്ഡിങ് ഡേൻ്റെ സമയത്ത് തന്നതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ഗണപതിനെയാണ് ഇപ്പം കൂടുതലും പൂജിക്കുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഗണപതിനെ ഇരുത്തി അങ്ങനെ താഴെ ഇരുത്തരുതെന്ന് പറയും. അപ്പോൾ അത് കാരണം ഞാനൊരു പുതിയ ഇങ്ങനെ നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഗണപതിനെ ഇരുത്തി. അപ്പോൾ ഇവിടെ ഞാൻ മധുരപലഹാരമൊക്കെ വെച്ചിട്ടുണ്ട്. പലഹാരം പറഞ്ഞാൽ കുറേയൊന്നുമില്ല, എന്നാലും അതിലൊന്നും എറുമ്പ് കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ ഗണപതി ഇരിക്കുന്ന ആ ഭാഗത്ത് മാത്രം ലൈനായി പോകുന്നുണ്ട് കുറേ എറുമ്പും കൂട്ട് താഴെയും. പിന്നെ നമ്മൾ തേങ്ങ വെച്ചാൽ തേങ്ങയിലൊക്കെ എറുമ്പരിച്ച് കയറും, അതൊന്നുമില്ല. ശർക്കരയിൽ കയറിയിട്ടില്ല. പിന്നെ നമ്മൾ അമ്മിണിക്കൊഴുക്കട്ട, ഇത് നമ്മൾ കൊഴുക്കട്ട പായസം. പിന്നെ ഈ കൊഴുക്കട്ട കണ്ടില്ലേ, മോദകം എന്ന് പറയും. അത് ഞാൻ വെള്ള കളറിലുണ്ടാക്കിയ മോദകം. പിന്നെ നമ്മളിത് അട പോലെ ഇലയില്ലാത്ത അടല്ലേ, ഇല കൊണ്ടുണ്ടാക്കാത്ത ആ അട ഞാൻ അങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഫ്രൂട്ട്സ് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും വെക്കുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ അതിൽ എറുമ്പ് വരുന്നത്. ഇത്രയും നേരം ഞാൻ കുറേ നേരമായി വെച്ചിട്ട് എന്തോരം എറുമ്പ് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ പതുക്കെ പതുക്കെ അരിച്ച് കയറുന്നുണ്ട്. പിന്നെ ഞാൻ പഴം മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഗണപതിക്ക് എരിക്കിൻ്റെ മാല നല്ല ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ ഞാൻ തന്നെ കോർത്തിട്ടതാണ് എരിക്കവിൻ്റെ മാലയും. പിന്നെ എരിക്കിൻ്റെ ഇലയിൽ വന്നിട്ട് നമ്മൾ മഞ്ഞളും കുങ്കുമം വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ ദീപം കത്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഇതല്ലേ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ അത് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നതാണ് കേട്ടോ ഈ ദീപം. അത് നമ്മൾ ഗണപതിക്ക് ഏത് ദിവസമാണ് നമ്മൾ ഗണപതിനെ ഇതാക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ദിവസം കണക്കാക്കിയിട്ട് ചെയ്യും. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വിനായക ചതുർത്ഥി, ഇങ്ങനെ ഗണപതിൻ്റെ സ്പെഷ്യൽ അതൊക്കെ വരില്ലേ, ചതുർത്ഥി. പിന്നെ വേറെ എന്തോ ഉണ്ട്, ഞാൻ സംഭവം മറന്നു കേട്ടോ. വിനായക ചതുർത്ഥിയും പിന്നെ എന്തോ ഒരു ചതുർത്ഥി പറയും. ആ സമയത്തൊക്കെ നമ്മൾക്കങ്ങനെ ഞാനത് നോക്കിയിട്ട് പറഞ്ഞത്. ഇപ്പം എനിക്ക് അത് പിടി കിട്ടുന്നില്ല, മറന്നുപോയി. പിന്നെ നമ്മൾ ഗണപതിക്ക് 5 തിരിട്ട് ദീപം കത്തിക്കുന്നു പറയും. ഞാൻ കത്തിച്ച് കുറച്ച് നേരമായി, അത് കാരണം അതൊക്കെ കെടാൻ തുടങ്ങി. അതിന് കുറച്ച്. പിന്നെ ഞാൻ കടല വേവിച്ച് വെച്ച്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞി പൂജ.